പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാന ഭക്തിയെപ്പറ്റിയുള്ള എൻ്റെ 10ാമത്തെ ഒരു വീഡിയോ ആണിത്. മിശിഹായിൽ പ്രിയ മക്കളെ, ഞാൻ ഏറെ കാര്യങ്ങൾ പറഞ്ഞു. വിശുദ്ധ കുർബാനയോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ എൻ്റെ ബലിയർപ്പണത്തെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. പലരും ചോദിച്ചതുമാണ്, എൻ്റെ ബലിയർപ്പണം എങ്ങനെയാണ്. നിങ്ങൾ പലപ്പോഴും എൻ്റെ ബലിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുമുണ്ട് ഞാൻ എങ്ങനെ അനുഭവിക്കുന്നുവെന്ന്. എൻ്റെ ഏറ്റവും വലിയ അനുഭവം ജീവിതത്തിൽ ദൈവബലിയാണ്. അത് കഴിഞ്ഞൊരു ബാക്കി പ്രസംഗവും രോഗശാന്തി പ്രാർത്ഥനയും കൺവെൻഷനും എല്ലാം ഈശോയുടെ ഹൃദയത്തോടുള്ള ഭക്തിയും വിശുദ്ധ ഭക്തിയും കഴിഞ്ഞുള്ളൂ ബാക്കി ഭക്തികളൊക്കെ. ഞാൻ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന കാര്യം പറഞ്ഞോട്ടെ. കുർബാനയ്ക്ക് ഒരുക്കമായ പ്രാർത്ഥനകൾ പുസ്തകത്തിലുണ്ട്. ചിലപ്പോൾ ചൊല്ലും, ചിലപ്പോൾ നേരം കിട്ടിയല്ല എല്ലാം വായിക്കാനായി. ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നറിയാമോ? ഒരു 10 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞെടുക്കും. എൻ്റെ ഡയറിക്കകത്ത് എന്നോട് അടുപ്പമുള്ള ആളുകളുടെ പേരുകളുണ്ട്. അത് കൂടെ ഞാൻ വായിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് ബിഷപ്പ്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, ആധ്യാത്മിക മക്കളുണ്ട്. അതുപോലെ എൻ്റെ ഹൃദയത്തോട് പ്രാർത്ഥന വഴിയും സ്നേഹം വഴിയും അടുത്തേക്ക് നിർത്തിയ പേരുണ്ട്. അതിൽ മരിച്ചവരുണ്ട്, ഇപ്പോൾ ജീവിക്കുന്നവരാണ് കൂടുതലും. ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന എനിക്കുണ്ട്. ഇവർ പെട്ടെന്ന് മനസ്സിൽ വരും. അപ്പോൾ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കണ്ണുകൾ ശാന്തമായി സക്കാരുടെ മുമ്പിൽ പോയിരുന്ന് അടച്ച്, അതുപോലെ മുറിയിലിരുന്ന് അടച്ച് കടന്നുകൊണ്ടായിരിക്കാം കുർബാനയ്ക്ക് മുമ്പ് വേദന കൊണ്ട് ഞാനിവരെ ഓർക്കും. എൻ്റെ സമീപത്ത് ആത്മനെ ഞാൻ അവരെ കൊണ്ടുവരും. ആ ബിഷപ്പ്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ, അന്മേനികൾ, അവരെ മരണം മൂലം വേർപെട്ടവർ, അവരെല്ലാം കൊണ്ടുവന്നിരുത്തും. അവിടെ എപ്പോഴും എനിക്കൊരു സമൂഹ ബലിയാണ്. എൻ്റെ അടുത്ത അച്ഛന്മാരും മറ്റന്മാരും ഉണ്ട്, ചിലപ്പോൾ ഡീക്കന്മാരുമുണ്ട്, ശുശ്രൂഷികളെയും കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഒന്നിച്ചാണ് ബലി അർപ്പിക്കുന്നത്, ഒറ്റയ്ക്കല്ല. വിദൂരത്തുള്ളവരായിരിക്കും, പലരും അമേരിക്കയിലായിരിക്കാം, യൂറോപ്പിലായിരിക്കാം. പക്ഷേ ആത്മന അരൂപിയിൽ ഞാൻ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരും. മനുഷ്യ മനസ്സിന് സാധിക്കും. അതാണ് ദൈവം തന്ന വലിയൊരു ആത്മാവിൻ്റെ കൃപ. ലോകം മുഴുവൻ നമുക്ക് പിടിച്ചടക്കാൻ കഴിയും പരിശുദ്ധാത്മാവ് വഴി. ഇനിയും മരണം മൂലം വേർപെട്ട് സ്വർഗത്തിലായവരാണ് ഏറെ പേരും ചുറ്റു വരുന്നത്. ഞാൻ ശുദ്ധീയ സ്ഥലത്തിലായിരിക്കുന്നവരെയും കാണും. അവരും എൻ്റെ ഫ്രണ്ടിൽ കാണും. കുർബാനയ്ക്ക് ആൾക്കാരൊക്കെ ചുറ്റും. ആത്മീയമായ കണ്ണുകൾ ഞാൻ തുറക്കുമ്പം അവരെയും കാണും. അങ്ങനെ ആദ്യത്തെ കുർബാനയുടെ പാട്ട് ഗാനം ആലപിക്കുമ്പോൾ വേറൊരു മേഖല കൂടി തുറക്കും. മഹത്വീകരിക്കപ്പെട്ട സഭ, മാതാവ്, ആവശ്യ പിതാവ്, വിശുദ്ധർ. നമുക്ക് സഭ എന്ന് പറയുമ്പോൾ ഈ 3 ഭാഗമുണ്ട്. മഹത്വീകരിക്കപ്പെട്ട സഭ, സഹനസഭ, ശുദ്ധീരാത്മാക്കൾ, സമരസഭ, നമ്മൾ. 3 കൂടി ഐക്യപ്പെടുത്തി സമന്വയിപ്പിച്ചാണ് ഞാൻ ബലി അർപ്പിക്കുന്നത്. ഞാൻ കാണുന്ന ഈ ബലി സമയത്ത് അമ്മ ഏറ്റവും അടുത്തുണ്ട്. കാരണം മകനാണ് വരുന്നത് താരയിൽ. മകന് മാറി നീക്കാൻ പറ്റത്തില്ല. അതുപോലെ മറ്റു വിശുദ്ധരും നമ്മുടെ ഇടയ്ക്കും നമ്മുടെ ചുറ്റുമുണ്ട്. ധാരാളം മലാഹമാർ, എണ്ണിത്തീരാൻ മേലാത്തവരുമുണ്ട്. മാത്രമല്ല കണസൻ സന്തോഷത്തോടെ കാവൽ മാലഹ അടുത്ത്. ഇനിയും ഈ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ വിശുദ്ധർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് അവരെ കാണാൻ നമ്മുടെ ചുറ്റും ആ വിശുദ്ധോടൊപ്പം കാണാൻ പറ്റും പ്രകാശത്തിൽ. ആ വേദനയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ കിടക്കുന്ന ശുദ്ധാത്മാക്കൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ നമുക്കറിയാം ആത്മശോധന ചെയ്ത് വിശുദ്ധീകരിക്കലാണ്, അനുതാപ ശുശ്രൂഷയാണ്. എല്ലാ റീത്തുകളും ഇതുണ്ട്. അനുരജ്ഞത്തിലായി തീർന്നിടാം എന്ന് ചിലടത്തൊക്കെ പാട്ട് പാടും. അത് ചിലടത്ത് ഒന്ന് കണ്ണുടച്ച് ഞാൻ പിഴിയാളി ചൊല്ലും. ഏതായാലും അനുതാപമാണ്. കണ്ണുകൾ ഞാൻ ശാന്തമായി അടച്ച് ചിലപ്പോഴൊക്കെ ഒരു ഗാനം ആലപിക്കും. അങ്ങനെ ഹൃദയത്തിലെ വേദന അനുഭവിച്ച് കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഈ ഞാൻ പിഴിയാളി. അപ്പോൾ ഞാൻ കാണുന്നത് ഈ ശുദ്ധിയാളമാക്കൾ ആ നിലത്ത് ഒന്നെങ്കിൽ സാഷ്ടാംഗം വീണ് മുട്ടാൻ എന്നെ കരഞ്ഞുകൊണ്ട് ആ അനുതാപപ്രകടനം ചെയ്യുന്നത്.
ഞാൻ പലപ്പോഴും ഓർക്കും, ധ്യാനത്തിൽ കുർബാനയിൽ സംബന്ധിക്കുന്നവർ അശ്രദ്ധയോടെ നിൽക്കുന്നു. ചിലർക്ക് മൊബൈൽ കൈപ്പിടിച്ച്, പുസ്തകം കൈപ്പിടിച്ച് അവിടെ ഇവിടെ നോക്കി. എന്നാൽ ഇവർ ഭക്തിയോടെ അവരുടെ പാപങ്ങളോർത്ത് കരയുകയാണ് ഈ ബലി സമയത്ത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ട്, ആ പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ, സ്തുതിപ്പ് വരുമ്പോൾ ഇവർ പലരും പ്രകാശിതരായ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് മാതാവിനോടൊപ്പം. എപ്പോൾ ഇവർ കരേറിപ്പോകുന്നു അപ്പോഴെല്ലാം മാതാവിൻ്റെ കൂടെയാണ് പോകുന്നത്. അത് സത്യമാണ്. മാതാവിനെ കൈക്ക് പിടിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിച്ചാണെങ്കിൽ വള്ളം പോലെ, രഥം പോലെ ഒന്നിച്ചവരെ കൊണ്ടുപോകും. ഇതിൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കും. നിങ്ങൾ എന്തും എന്നെപ്പറ്റി ചിന്തിച്ചു. കഴിഞ്ഞ് വിശുദ്ധ കുർബാന തുടരുകയാണ്. എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു അപ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് ആ സ്വർഗത്തിലെ സംഗീതങ്ങൾ, നൃത്തമാട്, സ്വർഗത്തിൻ്റെ സന്തോഷം. അതൊരു അനുഭവമാണ്. മാത്രമല്ല, ഈശ്വര്യാത്മാക്കൾ ഭക്തിയോടെ കുമ്പിട്ടാരാധിക്കുന്നതും ഈശോയുടെ ശരീരവും രക്തവും നോക്കുന്നതും. ആ കുർബാന സ്വീകരണ സമയത്ത് അവർക്കാർക്കും വാവൊളിച്ച് അപ്പവും വീഞ്ഞും ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും പറ്റത്തില്ല. അവർ അരൂപികളാണ്. നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അവർ ആത്മീയ ദിവ്യകാരുണ്യ സ്വീകരണമാണ് ചെയ്യുന്നത്. എൻ്റെ കർത്താവേ, ശരീരവും രക്തമായിട്ട് എനിക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല, ആത്മീയമായിട്ട് വരണമേ എന്നുള്ള ആ പ്രാർത്ഥന നമുക്കെല്ലാം ഇപ്പോൾ അറിയാം. ഈ ഓൺലൈൻ കുർബാനയൊക്കെ വന്നപ്പം നിങ്ങളെ പഠിപ്പിച്ചു, പക്ഷേ ഓൺ കുർബാനയൊക്കെ നിർത്തണം കേട്ടോ മക്കളെ. ഓൺ കുർബാനയല്ല ഇപ്പോൾ ചെയ്യേണ്ടത്, പിന്നെ യഥാർത്ഥ കുർബാനയിൽ പോകണം. ഇതെൻ്റെ സ്നേഹപൂർവ്വമുള്ള ഉപദേശം. പ്രിയപ്പെട്ട ആ സമയത്ത് ഇവർ ആത്മീയമായ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയാണ്. ആ കുർബാന സ്വീകരണം കഴിഞ്ഞ് അല്പസമയം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുഖം ഞാൻ സന്തോഷിക്കും. പലരും പറയാറുണ്ട് അച്ഛൻ്റെ മുഖം അതിപ്പോൾ സന്തോഷിക്കുന്നതെന്ന്. അത് കാരണം ഇവർ പലരും സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. കുർബാന സ്വീകരണ സമയം കഴിയുമ്പോൾ അത് വേദനയോടുകൂടി വന്നവർ സന്തോഷത്തോടെ ഉയരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് മാതാവിൻ്റെ നീല അങ്കി, വെള്ള അങ്കി, മാതാവിൻ്റെ പിള്ളേരാണെങ്കിൽ മാതാവിൻ്റെ തോളിലും, മമ്മോരിശ കിട്ടാത്ത പിള്ളേരായിരിക്കാം, അവരൊക്കെ ചുറ്റുമുണ്ട്. എന്നിട്ട് ഒരു വലിയ വള്ളം പോലെ, വലിയ കപ്പൽ പോലെ, രഥം പോലെ എല്ലാം ഭംഗിയെ അലങ്കരിച്ചതൊക്കെ എങ്ങനെയെന്ന് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. മനോഹരമായ സംഗീതം ഞാൻ കേൾക്കാറുണ്ട്. അത് ഈ കുർബാന സമയത്തെല്ലാം കേൾക്കാം. അതാണ് ഈ ഭാഷാവരം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഭാഷാവരത്തിൽ പാടുന്നത് ആരും കണ്ടിട്ടില്ലാത്ത ആ ഭയങ്കര സംഗീതം. മാത്രമല്ല അവിടെ ആ ചുറ്റുപാട് മുഴുവൻ പ്രകാശമാണ് കുർബാന. അപ്പോൾ എൻ്റെ ആത്മീയമായി ഞാൻ കാണും ധാരാളം അൽത്താരകൾ എൻ്റെ മുമ്പിൽ, ധാരാളം വൈദികർ ശുഭവസ്ത്രധാരികളായിട്ട് കുർബാന ചെല്ലുന്നത്. ചിലരൊക്കെ ഞാൻ അറിയുന്നവരാണ്, ചിലർ അറിയാത്തവരാണ്. അത് കത്താതിരുന്ന ഒരു അനുഭവമാണ് മക്കളെ. ചിലപ്പോൾ വിഷമം തോന്നും. ചിലരൊക്കെ പാപത്തോടെ കുർബാന സ്വീകരിക്കുന്നത്, ചാവദോഷത്തോടെ കുർബാന ചൊല്ലുന്നത് കാണാം. അവർ കറുത്ത ഉടുപ്പിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോഴേ മനസ്സിലാകും അവർ പാപത്തിലാണ്. ഞാനിപ്പോൾ കർത്താവിനോട് മാപ്പ് ചോദിക്കും, അവരുടെ പാപങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട്. അത് വിശുദ്ധ ബലിയല്ലല്ലോ, അശുദ്ധമായ ഹൃദയത്തോടെയാണല്ലോ കുർബാന ചൊല്ലുന്നത്, സ്വീകരിക്കുന്നത്. കർത്താവ് നരകത്തിൽ പോകാൻ ഇടയാക്കരുത്, നിത്യബലിക്ക് അവരെ അയക്കരുത്. കർത്താവെ രക്ഷിക്കണമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലരൊക്കെ എന്നെ അറിയുന്നവരും എന്നോട് അടുത്ത് സഹവസിക്കുന്നവരുമാണ്. എനിക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല ചില അച്ഛന്മാരോട്, കാരണം എന്നോട് അത്ര അടുപ്പമുണ്ട്. അത് ചില ബിഷപ്പ്മാരോട്, അവർ പാപത്തിലാണെന്ന് എനിക്കറിയാം. മനുഷ്യമായ രീതിയിൽ പറഞ്ഞാൽ സ്നേഹം പോകുമല്ലോ എന്നുള്ള എൻ്റെ ബലഹീനത കൊണ്ടാണ് പറയാത്തത് നേരിട്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാനയുടെ കർത്താവ് അവരുടെ മേൽ കൃപയായിരിക്കണമേ, ക്ഷമിക്കണമേ, വിശുദ്ധ ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ സഹായിക്കണമേ. ചിലപ്പോൾ കടുത്ത വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് രമ്യതയുടെ കൃപ കൊടുക്കണേ. ഇതൊക്കെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. മാത്രമല്ല കുർബാനയുടെ ആദ്യ ഭാഗത്തും ആ പ്രാർത്ഥന അനുതാപത്തിൻ്റെ സമയത്തും കർത്താവ് കാണിച്ചു തരാറുണ്ട്. ഇതാണ് എൻ്റെ ദീപലിലെ അനുഭവം നിങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ. ഇവിടെ അത് നിങ്ങൾക്കറിയാവുന്ന 3 റീത്തിലും കുർബാനയിലാണ് അനുവാദം എനിക്കുണ്ട്. ഞാൻ ലത്തീൻ സഭയിലായതുകൊണ്ട് ലത്തീൻ കുർബാനയാണ് കൂടെ. സീറോ മലബാർ കാരനാണ് ഞാൻ ജനിച്ച് വളർന്നത്. അത് നഷ്ടപ്പെട്ടിട്ടില്ല.
മാർ ഗ്രിഗോറിയസ് പിതാവ് അച്ഛന്മാർക്ക് ധ്യാനം കൊടുത്ത അവസരത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് എന്നെ ഞാൻ വിളിച്ചിട്ടുള്ളതാണ് മലങ്കരയിൽ ചെല്ലാൻ. അതും വളരെ ദുർലഭമായിട്ടേ പറ്റുള്ളൂ. കാരണം ഞാൻ അവരുടെ ഇടയിൽ എനിക്ക് മിനിസ്ട്രി ഒന്നുമില്ല. കുർബാനയൊക്കെ ചൊല്ലാനും മറന്നുപോയി. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഏത് ബലിയായാലും അത് ബലിയാണ്. അതിന് രീതിയെപ്പറ്റി നോക്കരുത്, അതിന് പാട്ടിനെപ്പറ്റി ശ്രദ്ധിക്കണ്ട. നോക്കേണ്ടത് അവിടെ ഈശോ ജനിക്കുന്ന ആ വൈദികരുടെ കരങ്ങളിലൂടെ. ആ പുൽക്കൂടാണ് ആ അൽത്താര. അവിടെയാണ് ഈശോയെ വെച്ചിരിക്കുന്നത്. അവിടെയാണ് കീറിമുറിക്കപ്പെടുന്ന അൽത്താര യാഗുൽത്ത. അത് മുറിച്ച് നമുക്ക് തരികയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. എത്രയോ വലിയ സംഭവം. ഭക്തിയോടെ പണ്ട് കാലത്തൊക്കെ മുട്ടുമേനിനെ കൊണ്ട് നാവിലായിരുന്നു സ്വീകരിച്ചിരിക്കുന്നത്. നാവിലായാലും കയ്യിലായാലും അത് വ്യത്യസ്തത ഞാൻ കാണുന്നില്ല. ഈശോ കൈ കൊടുത്ത് കാണും, നാവിൽ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. നാവിൽ കൈ മേടിച്ച് പലരും മോശമായ പെരുമാറുന്നത് കൊണ്ടായിരിക്കാം നാക്കിലേക്ക് സഫേദാക്കിയത്. ഇനിയും അങ്ങനെയുണ്ടല്ലോ, കയ്യിൽ മേടിച്ച് സാത്താനികൾക്ക് വിൽക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അത് നാക്കെ സ്വീകരിക്കാൻ പറയുന്നത്. പക്ഷേ അതെ, ഒരാൾ നാക്കെ ചോദിച്ചാൽ നാക്കെ കൊടുക്കണം, ഒരാൾ കൈ ചോദിച്ചാൽ കൈ കൊടുക്കണം. വൈദികർ അതെല്ലാവരെയും നിർത്തി എല്ലാവർക്കും കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ശരിയല്ല. വാശി പിടിക്കരുത്. അവരുടെ ഭക്തിക്കനുസരിച്ച്, അവരുടെ ഹൃദയത്തിന് മനസ്സാക്ഷിക്കനുസരിച്ച് കൊടുക്കുക. അതാ സഭ പറയുന്നതും. അപ്പോൾ അത് ഭയഭക്തിപൂർവ്വം സ്നേഹത്തോടെയുള്ള പങ്കുവയ്ക്കൽ. ഞാൻ പലപ്പോഴും അപ്പോൾ കാണുന്നത് 5000 പുരുഷന്മാരും അതിലധികം സ്ത്രീകളും കുട്ടികളും ഉള്ള ആ വലിയ അത്ഭുതമാണ്. അഞ്ചപ്പത്തിൻ്റെ അത്ഭുതം. എല്ലാവരും ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. അപ്പോൾ ഈ ആത്മീയ ചിന്തകളെല്ലാം മനസ്സിൽ വരും. രക്ഷ പ്രാപിക്കുന്നത്, സുഖപ്പെടുന്നത് അവിടെ വെച്ചാണ് ഈശോ എനിക്ക് കാണിച്ചു തന്നു. ഇന്നയാൾ സുഖപ്പെട്ടു, ആൾ ചാക്കോ സുഖപ്പെട്ടു, മത്തായി സുഖപ്പെട്ടു, അന്നമ്മ സുഖപ്പെട്ടു, അച്ചാമ്മ സുഖപ്പെട്ടു. ഇതൊക്കെ കാണിച്ചു തരുന്ന ആ സമയത്താണ്, കുർബാന സമയത്ത്. അല്ലെങ്കിൽ അതുപോലെ ദിവ്യ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പണ്ടതൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, അത് എന്നെ പഠിപ്പിച്ച് നായ്ക്കുംപറമ്പലച്ച അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തുടങ്ങി, എനിക്ക് ധൈര്യം കിട്ടുക. അദ്ദേഹം എൻ്റെ ഒരു മാർഗദർശിയാണ് ഈ കാര്യത്തിൽ. ദർശനം കിട്ടുന്ന മറ്റുള്ളവർ പറയാൻ. നേരത്തെ ഭയവും നാണവും, എനിക്ക് പണ്ടേ അപകർഷത പോലെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രായം 80 വയസ്സായില്ലേ, പ്രത്യേകിച്ച് ഈ രോഗം എല്ലാം വന്ന്. അതുകൊണ്ട് ഞാൻ ഓർക്കാനായിട്ട് കടലാസ് എഴുതി വെക്കും. കുർബാന കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോൾ, ചിലർക്ക് സൗഖ്യം കിട്ടിയ കാര്യം, കിട്ടാനുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെ പ്രാർത്ഥന ശുശ്രൂഷകൾ ഉപയോഗിക്കും, ചിലപ്പോഴൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ഈശോയുടെ ഒത്തിരി വെളിപ്പെടുത്തലും ഈശോയുടെ ഒത്തിരി സ്നേഹവും. അതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് വെച്ചിട്ട് ഹൃദയശാന്തി എഴുതും, ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ പോലെ ആക്കണേ. എനിക്കറിയാം എൻ്റെ ഹൃദയം ഒത്തിരി വിദൂരത്തിലാണ്. ശാന്തത എനിക്കില്ല, ക്ഷമയില്ല, ചിലപ്പോൾ അരിശമുണ്ട്, മറ്റുള്ളവരെ പറ്റി വിധിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഓർത്ത് എൻ്റെ ഈശോ അങ്ങനെ ഹൃദയം പോലെ എനിക്ക് തരണേ. വിശാലമായ ഹൃദയം, അതുപോലെ ക്ഷമയുള്ള ഹൃദയം, ശാന്തയുടെ ഹൃദയം, വിശുദ്ധിയുള്ള ഹൃദയം. ഇതൊക്കെ കുർബാന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിന് മധ്യസ്ഥ പ്രാർത്ഥനയും പറഞ്ഞൊന്നുമില്ല, ഈശോയോട് ചേർന്നായിരിക്കുന്നത്. ആ ഹൃദയത്തിൽ ഇങ്ങനെ ആത്മാവായിട്ടൊഴുകി വരും. ആത്മാവ് ഈശോയുടെ ആത്മാവാണ്. ഈശോയുടെ ആ മനോഭാവം നമ്മളിലേക്ക് വരും. ഈ വലിയ കുർബാന അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. അത് ആ കുർബാന ബലി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആഴത്തെ അനുഭവത്തിലേക്ക് വരിക. വെറും അത് ചടങ്ങാകാതെ, നമ്മൾ ചടങ്ങനുസരിച്ച് അപ്പോൾ പോകുന്നത്. ഞായറാഴ്ച പോയില്ലെങ്കിൽ കുമ്പസാരിക്കണം. ഞായറാഴ്ച കടമുള്ള ദിവസം കടം തീർക്കാൻ പോകുന്നു. ചില സ്ഥലങ്ങളിൽ ശനിയാഴ്ച വൈകിട്ട് കടം തീർക്കും കുർബാന കണ്ട്. കുർബാന കാണാനല്ല പോകുന്നത്, സംബന്ധിക്കാൻ. ചടങ്ങായിട്ടുള്ള സ്നേഹം കൊണ്ട് പോകുന്നു. സ്നേഹബലിയാണത്. ഇതും മനസ്സിലാക്കിയിരിക്കണമേ. പാപം ആകുമല്ലോ, നിയമം ലംഘിക്കുമല്ലോ, അതുകൊണ്ട് പോയേക്കാൻ നോക്കുന്നത്. അല്ലെ, ഭാര്യ നിർബന്ധിക്കുന്നുണ്ട്, ഭർത്താവ് നിർബന്ധിക്കുന്നുണ്ട്, മക്കളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ടില്ല, അപ്പനും അമ്മയും കാണുമില്ല, അവരെ കാണിച്ചു കൊടുക്കാൻ ആയിരിക്കരുത്. നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ടായിരിക്കണം ബലിക്ക് പോകേണ്ടത്. നമ്മൾ ആരാന്നറിയാമോ? എല്ലാവരും വൈദികരാണ്, എല്ലാവരും പുരോഹിതരാണ്, രാജകീയ പുരോഹിതർ. 1 പത്രോസ് 2:9 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനസ്ഥാനത്തോടുകൂടി ബലി അർപ്പിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ആ കൃപയാണ് എല്ലാവർക്കും. ബലി അർപ്പിക്കാത്തവൻ വൈദികനല്ല. എങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും, ഓരോ കത്തോലിക്കനും ആ രാജകീയ പുരോഹിതനായിട്ട് രാവിലെ പോയി ബലി അർപ്പിക്കുന്ന
ആ വൈദികനോട് ചേർന്നുകൊണ്ട് അർപ്പിക്കുകയാണ്. വൈദികൻ്റെ ബലിയല്ല, ഈശോയുടെ ബലിയാണ്. മനസ്സിലാക്കണം. അത് പലരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയും ചാക്കോച്ചനച്ഛൻ്റെ കുർബാനയ്ക്ക് പോയി, കാരീച്ചൻ്റെ കുർബാനയ്ക്ക്, ബീലച്ഛൻ്റെ, മഞ്ഞാക്കളച്ഛൻ്റെ. തെറ്റാണ്. അവരാരും ബലി അർപ്പിക്കുന്നില്ല. അർപ്പിക്കുന്ന ഈശോ ആണ്, ഏക ബലി. അത് പിന്നീട് ഞാനൊരു വീഡിയോയിൽ പറയാം. പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ ബലിയിൽ പോകുന്നത് ആരും അർപ്പിക്കട്ടെ. കറമ്പനോ കുടുംബനോ അല്ലെങ്കിൽ രൂപന വൈദികനോ സന്യാസ വൈദികനോ പ്രായമുള്ളവനോ കൊച്ചു വൈദികനോ ആട്ടെ, ഈശോയുടെ ബലി അവരർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന പുരോഹിതർ, നിങ്ങൾ അർപ്പിക്കപ്പെടുന്ന പുരോഹിതർ. ഹല്ലേലൂയ. നിങ്ങളെ ഒന്നിച്ചർപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അത് ഞങ്ങളുടെ പട്ടം എന്ന് പറയുന്നത്, പൗരോഹിത്യം എന്ന് പറയുന്നത് ശുശ്രൂഷ പൗരോഹിത്യം. ഈ വലിയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരെയും ബലിയർപ്പിക്കാൻ. അതെ, നമുക്കറിയാം പഴയകാലം മുതൽ ബലിയർപ്പിക്കാൻ ആൾ വേണമല്ലോ. ആരാച്ചാൽ നമുക്കറിയാം കാളയെ വെട്ടാൻ, ആടിനെ വെട്ടാൻ, അങ്ങനെയൊക്കെയാണല്ലോ പണ്ടത്തെ ബലികൾ. എങ്കിൽ ഇവിടെ ചെമ്മരിയാടാകുന്ന തിരുചെമ്മരിയാടാണ് ഈശോയെ സമർപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ആരാച്ചാരന്മാർ എന്ന് പറഞ്ഞാൽ നടത്തുന്ന അർപ്പകരാണ്. ആ ബലി നിങ്ങൾ ബലിവസ്തുവാണ്. നിങ്ങളെയും കൂടി ഈശോയോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അർപ്പിക്കാണ് ആക്കാസായാലും പീലാസായാലും. ഞാൻ ഓരോ ബലിക്കത് ചെയ്യും. ഞാൻ ചുറ്റും നോക്കും എല്ലാവരെയും. എന്നിട്ട് കണ്ണടച്ച് അവരെല്ലാം അപ്പത്തോട് ചേർത്ത് വയ്ക്കും, വീഞ്ഞോട് ചേർത്ത് വെക്കും. അപ്പോൾ കർത്താവ് കാണിച്ചു തരും പലരുടെയും രോഗങ്ങൾ, അസ്വസ്ഥത, ഭാരം. അവിടെയാണ് ആന്തരിക സൗഖ്യം, അവിടെയാണ് വിടുതൽ, അവിടെയാണ് ശാരീരിക സൗഖ്യം, അവിടെയാണ് സ്വർഗം തുറന്ന അനുഗ്രഹങ്ങൾ ഭക്ഷിക്കപ്പെടുന്നത്. ഇതെല്ലാം ഞാൻ കാണും. സ്വർഗം തുറക്കുന്നതും കുർബാനയുടെ സമയത്ത് എല്ലാവരുടെ മേലും പ്രകാശം പതിക്കുന്നതും അനുഗ്രഹങ്ങൾ പതിക്കുന്നതും ഞാൻ കാണാറുണ്ട്. അങ്ങനൊരു അനുഭവമാണ് അത്. ദിവ്യബലി എന്നെ സംബന്ധിച്ചോളം ആചാരമല്ല, വെറും കർമ്മവും അല്ല. കണിശമായിട്ടും ആചാരത്തിലൂടെയാണ്, കർമ്മത്തിലൂടെയാണ് ഈ അനുഭവം. വെറും അനുഭവം മാത്രം അല്ല. നിയമം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, രീതികൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പാട്ട് വേണ്ടെന്നല്ല പറയുന്നത്. അതിന് എല്ലാത്തിനും വേണം. അതിനതീതമായി, ഭാഷയ്ക്കും അതീതമായി. നിങ്ങൾക്കറിയാം, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം അവരുടെ ഭാഷയിൽ ഞാൻ കുർബാന ഏൽപ്പിക്കും. ഭാഷ തെറ്റാണ് എന്നാൽ പോലും, കാരണം ഭാഷയ്ക്ക് അതീതമാണിത്. അതുകൊണ്ട് പണ്ട് കാലത്ത് ശ്രീയാനിലും ലത്തീനിലൊക്കെ കുർബാന ആളുകൾ സംബന്ധിക്കുമായിരുന്നു ഭക്തിയോടെ. പക്ഷേ ഇന്നത്തെക്കാൾ കൂടുതൽ ഭക്തിയോടെ അന്ന് അവർ പങ്കുകൊള്ളുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഷയ്ക്കും അതീതമായിട്ടുള്ള ബലി അവർ കണ്ടിരുന്നു, ആത്മീയ കണ്ണുകൾ തുറന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിൻ്റെ ആന്തരിക കണ്ണ് തുറക്കപ്പെടട്ടെ. എഫെസോസ് 1:18. അപ്പോൾ നിൻ്റെ ആന്തരിക കണ്ണുകളിൽ കൂടി ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തും. ആന്തരിക മനുഷ്യരിൽ വസിക്കുന്ന ഈശോയെ കാണും. ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും ഭക്തിയെല്ലാം കാണും. അതിനുവേണ്ടിയാണ് അത് അന്തരാത്മാവിലേക്കാഞ്ഞ് അത് ഇറങ്ങേണ്ടത്. ആത്മാവിലൂടെ ദിവ്യബലിയിലും മറ്റേതൊരു പ്രാർത്ഥനയിലും ദിവ്യബലിയെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത് ഇപ്പോൾ. ഓക്കെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കുക. കാരണം വെച്ചാൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. ഞാൻ ബലി അർപ്പിക്കുന്നത് എങ്ങനെ ബലി സംബന്ധിക്കണം, നമുക്ക് പല കാര്യങ്ങളും എല്ലാ മക്കളുടെ ഹൃദയം തുറന്ന് പങ്കുവെച്ചതാണ്. ഒത്തിരി പറയാനുണ്ടെങ്കിലും വീഡിയോ വലുതായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയത്. ഇവരോരുത്തരെയും അനുഗ്രഹിക്കൂ. ദിവ്യബലി കേന്ദ്രീകൃതമായ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം, ആ വിശ്വാസത്തിൽ വളർന്ന്, ദൈവസ്നേഹത്തിൽ വളർന്ന് അങ്ങേ മുഖാമുഖം കാണുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് ഇവർ നീങ്ങുമാറാകട്ടെ. ഇവരെ ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, വിശുദ്ധീകരിക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.